എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പി നോക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണിത്. ചെറിയൊരു എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറി. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് ചെറിയ 15 വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ എടുക്കുന്നത് വലിയ വെണ്ടയ്ക്ക ആണെങ്കിൽ 11, 12 അത്രയൊക്കെ മതിയാവും. ഈ വെണ്ടയ്ക്ക നമുക്ക് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഉപ്പൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായിട്ട് വരുമ്പം കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി ചെറിയ ഉള്ളി തീർത്തും കിട്ടാനില്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് ബ്രൗൺ ആയി വേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ്. ആ പൊടികളെല്ലാം ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആ തക്കാളിയൊക്കെ ബാക്കി ഒന്ന് വെന്തുടയാനുള്ളതൊക്കെ ഉടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ ഒരല്പം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച വെള്ളമെല്ലാം പറ്റി ഇതുപോലെ വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവി കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിലും ഇത്രയും വെള്ളം വേണ്ടി വരും. ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്തിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം വീണ്ടും തീ കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെണ്ടയ്ക്ക ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ ആവശ്യത്തിന് വെന്ത് കിട്ടുകയും വേണം. അപ്പം ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ്. വെണ്ടയ്ക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നല്ല തിക്കായിട്ടുള്ളൊരു ചാറ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഈ തേങ്ങ ചേർക്കുന്നത് സഹായിക്കും.
നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഏകദേശം ഒന്ന് ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് ബാക്കി കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങ് ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇത്രയും ഗ്രേവി തോന്നുമെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പം നമ്മൾ ഗ്രേവിക്കുള്ള വെള്ളം ഒഴിക്കുമ്പം അതനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. പ്രത്യേകിച്ചും വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.